Our next problem is evaluate integral over c z square plus 1 divided by z square minus 1 dz, where c is the unit circle with radius 1, a unit radius, and center at I. സെൻറ്റർ ഐ ആണ്. സെൻറ്റർ 0 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. സെൻറ്റർ ഐ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡ് സെഡ് മൈനസ് ഐ ഈക്വൽ ടു 1. ഇത് നമ്മുടെ കോഷി ഇൻ്റഗ്രൽ തിയറം യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ സെൻറ്റർ തന്നിട്ടുള്ള കാരണം നമ്മുടെ ഇക്വേഷൻ ഇതാണെന്ന് മാത്രം, മോഡ് സെഡ് മൈനസ് ഐ ഈക്വൽ ടു 1. സാധാരണ നമ്മൾ എടുക്കാറുള്ള പോലെ ഡിനോമിനേറ്റർ തന്നെയാണ് എടുക്കുന്നത്. ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ എന്ത് വരും, സെഡ് സ്ക്വയർ. ഡിനോമിനേറ്റർ ഒഴികെ ബാക്കിയുള്ള ടൈംസിലൊക്കെ അനലിറ്റിക് ആയതുകൊണ്ട് 0 തന്നെ ആയിരിക്കും. ഇനി ഡിനോമിനേറ്റർ 0 ആയിട്ടുള്ള ടൈംസിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഇറ്റ് ഈസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1, സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് 1 ആൻഡ് മൈനസ് 1 ആ രണ്ട് പോയിൻറ്റ്സിലുമാണ് അനലിറ്റിക് അല്ലാത്തത്. പിന്നെ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ പ്ലസ് 1ഉം മൈനസ് 1ഉം ഇൻറ്റീരിയർ ആണോ അത് ഇൻസൈഡ് റീജിയൻ ആണോ ഔട്ട്സൈഡ് റീജിയൻ ആണോ. ഇൻസൈഡ് ആണെങ്കിൽ അതിന് ഇൻ്റഗ്രൽ ഉണ്ടായിരിക്കും, ഔട്ട്സൈഡ് ആണെങ്കിൽ അതിന് ഇൻ്റഗ്രൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലാണ് ആ സെഡിനാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ആദ്യം സെഡിന് എന്ത് കൊടുക്കുക, 1. സെഡിന് 1 കൊടുക്കുക, എന്ത് വരും, മോഡ് 1 മൈനസ് ഐ. മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ എക്സും വൈ എന്ന് പറയുന്നത് 1ഉം മൈനസ് 1 ആണ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 2. റൂട്ട് 2 ആണ് അവിടുത്തെ ലെങ്ത്ത് വരുന്നത്. പക്ഷെ നമുക്ക് മാക്സിമം എത്ര വരിക, റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.4 സംതിങ് ആണ് വരിക. അത് 1നേക്കാൾ കൂടുതലാണ്. സോ 1 എന്ന് പറഞ്ഞ പോയിൻ്റ് എന്താണ് വരിക, ഔട്ട്സൈഡ് ദി റീജിയൻ ആണ് വരുന്നത്. ഇത്രയും നാൾ നമുക്ക് സെൻറ്റർ ഒന്നും തരാത്ത കാരണം ഡയറക്റ്റ് റേഡിയസ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ സെൻറ്റർ തന്നിട്ടുള്ള കാരണം നമുക്ക് ആ റേഡിയസ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അടുത്തത് -1. അപ്പോൾ സെഡിന് -1 കൊടുത്താൽ എന്ത് വരും, മോഡുലസ് ഓഫ് -1 മൈനസ് ഐ. മോഡുലസ് കാണാനായിട്ട് ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ, ദാറ്റ് ഈസ് അഗെയിൻ റൂട്ട് 2 ഗ്രേറ്റർ ദാൻ 1 തന്നെയാണ്. അപ്പോൾ രണ്ട് പോയിൻറ്റ്സും അനലിറ്റിക് അല്ലാത്ത രണ്ട് പോയിൻറ്റ്സും ഔട്ട്സൈഡ് ദി റീജിയൻ തന്നെയാണ് വരുന്നത്. സോ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരിക, 0 തന്നെയാണ് വരിക. കോഷി ഇൻ്റഗ്രൽ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ വാല്യൂ 0 തന്നെയാണ് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഇവാലുവേറ്റ്, നമ്മൾ ടാൻ ചെയ്ത അതേപോലെ തന്നെ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി സീക്ക് സെഡ് ഡി സെഡ് മോഡ് സെഡ് ഈക്വൽ ടു 1. അപ്പോൾ സീക്ക് സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 കോസ് സെഡിന് എഴുതാം. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ അവിടെ ചെയ്ത അതേപോലെ തന്നെ കോസ് സെഡ് 0 ആവുന്ന പോയിൻറ്റ്സിലൊന്നും എന്തായിരിക്കില്ല, അനലിറ്റിക് ആയിരിക്കില്ല. അപ്പോൾ കോസ് സെഡ് 0 ആവുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരിക, പ്ലസ് ഓർ മൈനസ് 5/2, പ്ലസ് ഓർ മൈനസ് 3/2 അങ്ങനെയുള്ള വാല്യൂസാണ്. പക്ഷെ 5/2, 3/2, 4/2 ഇതൊക്കെ എന്താണ്, യൂണിറ്റ് സർക്കിളിൻ്റെ ഔട്ട്സൈഡിലാണെന്ന് ഓൾറെഡി ടാൻ സെഡിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെയും സെൻറ്റർ 0 ആയതുകൊണ്ട് പിന്നെ ഇക്വേഷനൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മോഡ് സെഡ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ മോഡ് സെഡ് വാല്യൂ കൊടുത്താൽ എന്താ വരിക, 5/2 വരുമ്പോൾ മോഡ് സെഡിന് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1.7 ഈക്വൽ ടു 1 അല്ല വരുന്നത്, അതിനേക്കാൾ കൂടുതലാണ് വരുന്നത്, ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഈ വാല്യൂസും ഔട്ട്സൈഡ് ദി റീജിയൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ സീക്ക് സെഡ് ഡി സെഡും എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ ടാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച കാരണം സീക്കായിരിക്കും കൂടുതൽ ചാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അതേപോലത്തെ പ്രോബ്ലംസ് തന്നെയാണുള്ളത്. പക്ഷേ അതൊക്കെ ഇൻറ്റീരിയർ റീജിയൻ. ഇപ്പോൾ ഇത്രയും ചെയ്ത പ്രോബ്ലമൊക്കെ ഔട്ട്സൈഡ് ദി റീജിയൻ ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ വാല്യൂ 0 വരുന്ന പ്രോബ്ലംസ് ആയിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻറ്റീരിയർ റീജിയൻ വരുന്ന പ്രോബ്ലംസ് ആണ്. അത് അടുത്ത വെൻസ്ഡേയിലെ ട്യൂട്ടോറിയൽ അവറിനായിട്ട് പ്രിപ്പയർ ചെയ്ത് തരാം. ഓക്കെ.